ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ USA കാലിഫോർണിയയിലുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഇവിടെ USA പണിയുന്ന ഏറ്റവും നല്ലൊരു വീടാണ് നമ്മൾ കാണാൻ പോകുന്നത്. 6 ബെഡ്റൂമിൻ്റെ ഇതാണ് വീട്. അത് ഇതിനകത്തേക്ക് നമുക്ക് പോകാം. ഇതാണ് വീട്. ഇത്രയും വലുതാണ്. ഇവിടെ ഒരു ഗ്യാരേജ് സൗകര്യമുണ്ട്. ഇത് ന്യൂ ബിൽഡ് ആയതുകൊണ്ട് അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചെയ്തിട്ടേക്കുവാണ്. നമുക്ക് അതിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇവിടുത്തെ വീടുകൾ എന്ന് പറഞ്ഞാൽ വളരെ വലിപ്പമുള്ള വീടുകളാണ്. ഇത് മെയിൻ എൻട്രൻസ് ആണ് ഇത്. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് കയറുകയാണ്. കയറി കഴിയുമ്പോൾ നേരെ നമ്മൾ കാണുന്നത് മെയിൻ ഒരു ലിവിങ് ഏരിയ ആണ് ഇവിടെ കാണുന്നത്. നമുക്ക് ലിവിങ് ഏരിയ കാണുന്നതിന് മുമ്പ് ഇവിടെ നേരെ ലെഫ്റ്റിലായിട്ട് ഫോർമലായിട്ട് എല്ലാവരെയും വിസിറ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ ഭക്ഷണമൊക്കെ കൊടുക്കാൻ വേണ്ടി ഇരുത്താനുള്ള ഡൈനിങ് ഏരിയ ആണ്. പിന്നെ ഇത് ഇത്രയും നല്ല ഏരിയ ഉണ്ട്, നല്ല സ്പേസ് ഉണ്ട്. എല്ലാം നല്ല ഭംഗിയായിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങനെയുള്ള ഏരിയ. അത് കഴിഞ്ഞാൽ നേരെ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഇവിടെ തന്നെ വിസിറ്റേഴ്സിന് വരുമ്പോൾ കുക്ക് ചെയ്യാനും എല്ലാം സൗകര്യമുണ്ട്. ഇവിടെ എല്ലാം ഉണ്ട്. ഇവിടെ ഫ്രിഡ്ജുണ്ട്. ഫ്രിഡ്ജിൽ ഡ്രിങ്ക്സും സാധനങ്ങളും എല്ലാം ഉണ്ട്. ഇവിടെയുണ്ട്. ഇനി അവർക്ക് വാഷ് ചെയ്യാനും കഴുകാനും ഒക്കെ ആയിട്ടുള്ള കുക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും അത്യാവശ്യമുണ്ട്. നേരെ കയറുന്നത് ഇതൊരു പ്ലേ ഏരിയ ആയിട്ടാണ് ഇപ്പം ഇവർ ചെയ്തിരിക്കുന്നത്. വിസിറ്റേഴ്സൊക്കെ വരും, പ്ലേ ചെയ്യുകയോ കളിക്കുകയോ അങ്ങനെയുള്ള ഏരിയ ആയിട്ട്. ഇത് വേണമെങ്കിൽ ബെഡ്റൂമും നമുക്കാക്കാം ഇത്. പിന്നെ ശരിക്കും ഇത് ഒരു ബെഡ്റൂമിൻ്റെ തീമിലാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ആക്കിയേക്കുന്നതുകൊണ്ട് പക്ഷേ ഇവിടെ നമുക്ക് ടോയ്ലറ്റ് ഉണ്ട്. ടോയ്ലറ്റും ബാത്ത് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ. പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യമുണ്ട്, സെപ്പറേറ്റ് ഉണ്ട്. പിന്നെ TV കണ്ടിരിക്കാനുള്ള സൗകര്യമുണ്ട്. നമുക്ക് അടുത്ത വീടുകളൊക്കെ കാണാം. ഇവിടെ നല്ല വെട്ടമുണ്ട്. ഇവിടെ നല്ല ബ്രൈറ്റാണ്. പിന്നെ AC എല്ലാം ഉണ്ട്. ഇവിടെ കാലിഫോർണിയയിൽ ചൂടുള്ളത് കൊണ്ട് അവർ AC എല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ലൈറ്റിംഗ് ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നേരെ പോവുകയാണെങ്കിൽ നമ്മൾ ലിവിങ് ഏരിയയിലേക്ക് വരും ഫോർമലായിട്ട്. ഇപ്പം പരിചയമുള്ളവർ നല്ല വിസിറ്റേഴ്സും ഒക്കെ ആണെങ്കിൽ അവരെ നമുക്കിവിടെ ഇരുത്താം. പിന്നെ ഇവിടെ മെയിൻ കയറി വരുമ്പോൾ തന്നെ ഇത് മെയിൻ ഡോറായിരുന്നു. അവിടെ നിന്ന് കയറി വരുമ്പോൾ തന്നെ ഈ സൈഡിലായിട്ട് നമുക്ക് ടോയ്ലറ്റും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ബാത്തില്ല, ടോയ്ലറ്റും ഉള്ള ഏരിയയൊക്കെ ഉണ്ട്. ഇത് മെയിൻ ഏരിയ. ഇവിടെയും TV സൗകര്യം എല്ലാം ഉണ്ട്. അപ്പ അവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇത് മെയിൻ കിച്ചനാണ്. നല്ല ന്യൂ രീതിയിൽ അമേരിക്ക ചെയ്യുന്ന ബിൽഡിങ്ങാണിത്. ഏറ്റവും ലേറ്റസ്റ്റ് മോഡലിൽ. ഇവിടെ മെയിനായിട്ട് ഫാമിലിക്ക് നമുക്ക് ഭക്ഷണം കഴിക്കാനും എല്ലാം ആയിട്ടുള്ള സൗകര്യം ഇവിടെയുണ്ട്. പിന്നെ ഐലൻഡ് ഉണ്ട് ഇവിടെ കുക്ക് ചെയ്യാനും എല്ലാ സൗകര്യത്തിനുമായിട്ട്. ലൈറ്റ് സെറ്റിംഗ് ഒക്കെ നല്ല തീമിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാം ഓവനും എല്ലാം ഉണ്ട്. ഫ്ലോറിങ് ഇതിവിടെ ടൈലായിട്ടിരിക്കുന്ന ഫ്ലോറിങ്ങിൽ. മുകളിലേക്ക് പോകുമ്പോൾ കുറേ ഭാഗങ്ങളെല്ലാം കാർപ്പറ്റിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല ടൈലായിട്ടിരിക്കുന്ന ഫ്രിഡ്ജുണ്ട്. വലിയ അമേരിക്കനിലുള്ള അറിയാമല്ലോ എല്ലാവർക്കും, വലിയ ഫ്രിഡ്ജുകളാണ്. അത് ഇവിടെയുണ്ട്. UK ചെറിയ ഫ്രിഡ്ജുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അനുസരിച്ച് സൗകര്യക്കുറവ് ഉള്ളതുകൊണ്ട്. ഇവിടുത്തെ വീടുകളെന്ന് പറയുമ്പോൾ വലിയ വീടാകുമ്പം സൗകര്യമുണ്ടല്ലോ. നല്ല മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. UK ചെയ്യുന്ന കൂട്ട് തന്നെ മെറ്റീരിയൽ. ഇപ്പോൾ പുതിയ വീടുകളുടെ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട്. ഇവിടെ നല്ല സൗകര്യമാണ്. പിന്നെ കിച്ചണിൽ നിന്ന് തന്നെ നമുക്ക് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങാനുള്ള സൗകര്യമുണ്ട്. ഇതിൻ്റെ ഗാർഡനാണ്. ഇത് ഗാർഡൻ ഏരിയ. പിന്നെ
ഇവിടെ ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ ഇവിടെ ഇരിക്കാനുള്ള സൗകര്യം എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ കോഫി മെഷീനും ഒക്കെ വെക്കാനുള്ളൊരു സൗകര്യമുണ്ട് ഇവിടെയായിട്ട്. പിന്നെ ഡ്രിങ്ക്സൊക്കെ ഉണ്ട് ഇവിടെ. കോഫി മെഷീനൊക്കെ സെറ്റ് ചെയ്ത് നമുക്കൊരു ചെറിയൊരു ഏരിയ. പിന്നെ ഇവിടെ പാൻട്രി, നമുക്ക് കിച്ചണിലെ സാധനങ്ങളെല്ലാം സൂക്ഷിക്കാനുള്ള സൗകര്യം എല്ലാം നല്ല തട്ടൊക്കെ അടിച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് എല്ലാം. ഇത് ശരിക്കും നമ്മൾ ആ ഫ്രണ്ടിൽ നിന്ന് കണ്ട ഭാഗം തന്നെ മെയിൻ ഡൈനിങ് ഏരിയ. അത് നമ്മളിവിടുന്ന് ഇങ്ങനെ നമുക്ക് റൗണ്ട് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇവിടെ. പിന്നെ നമുക്കിവിടെ ഒരു ബെഡ്റൂമുണ്ട്, അത് നമുക്ക് കാണാം. ശരിക്കും രണ്ട് ബെഡ്റൂമാണ് ഇവിടെ വരേണ്ടത്. അവിടെ ഒരു പ്ലേ ഏരിയ ആയിട്ടാണ് അവിടെ ഉള്ളത്. ഇവിടെ ഒരു ബെഡ്റൂമുണ്ട്, അത് നമുക്ക് കാണാം. ഇത് ഒരു ബെഡ്റൂം. താഴെ വിസിറ്റേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ കിടക്കാനും ഒക്കെ സൗകര്യമായിട്ടുള്ള നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് ഇവിടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും ഒക്കെ ആയിട്ടൊരു സൗകര്യം. പിന്നെ അതിൻ്റെ മെയിൻ ബാത്റൂം ഇവിടെയുണ്ട്. നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നത്. ഗസ്റ്റിന് വന്നു കഴിഞ്ഞാൽ എല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നല്ല വിൻഡോസ് ഉണ്ട്, നല്ല ബ്രൈറ്റാണ്, നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നത്. നല്ല വലിയ നല്ല സൗകര്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാർപ്പറ്റാണ് കേട്ടോ, ഇവിടെ ഉള്ളത് കാർപ്പറ്റാണ്. ഇങ്ങനെ നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ബാഗൊക്കെ ഇങ്ങനെ തൂക്കിയിടാനുള്ള സൗകര്യം എല്ലാം ഉണ്ട്. പിന്നെ മെയിൻ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ആ സ്റ്റെപ്പിൻ്റെ ഒരു താഴ്ഭാഗമായിട്ട് വരും താഴത്ത്. ഇവിടെയും നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള സൗകര്യമൊക്കെ തന്നിട്ടുണ്ട് അവർ. നല്ല സൗകര്യമാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ അപ്സ്റ്റെയറിലേക്ക് പോവാണ്. നേരെ ഇത് ലിവിങ് ഏരിയ ആയിരുന്നു. ഇവിടെ നേരെ അപ്സ്റ്റെയറിലേക്ക് ഇങ്ങനെയാണ് സ്റ്റെപ്പ്. നമ്മൾ നേരെ അപ്സ്റ്റെയറിൽ പോകുന്നു. ഇവിടെയും നല്ല സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു ലാൻഡിങ് ഏരിയ ഉണ്ട്. ഇവിടുന്ന് നമുക്ക് എല്ലാം പുറത്ത് വലിയൊരു വിൻഡോയുണ്ട്. ചെറിയ കളർഫുള്ളായിട്ടുള്ള ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെയും നമുക്ക് ഇപ്പോഴത്തെ അമേരിക്കയിലെ പുതിയൊരു വീടിൻ്റെ രീതിയാണ്. ഇവിടെ ഒരു ഏരിയ ഉണ്ട്. മെയിൻ കയറി വരുന്ന വഴി തന്നെ ഇവിടെ കുറേ ഏരിയ ഉണ്ട്, സ്റ്റോറേജ് ഏരിയയൊക്കെ ഉണ്ട്. അയൺ ചെയ്യാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇവിടെ ഒരു ഫോമൽ ലിവിങ് ഏരിയ ഉണ്ട്. ഫാമിലി ആയിട്ട് എല്ലാവർക്കും കൂടാനും എല്ലാമായിട്ട് നല്ലൊരു സൗകര്യത്തോടു കൂടി ഇവിടെ ഉണ്ട്. നല്ലൊരു സൗകര്യമാണ് ഇവിടെ. പ്ലേ ഏരിയ ആയിട്ടും ഗെയിം കളിക്കാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കാം. ഇരിക്കാൻ നല്ല പുറത്തെ കാഴ്ചകളൊക്കെ കാണുകയും ചെയ്യാം. അങ്ങനെ നല്ലൊരു സൗകര്യമുണ്ട് ഇവിടെ. TV ഉണ്ട്. പിന്നെ ഇവിടുത്തെ മെയിൻ ഒരു പ്രത്യേകതയാണ്, എല്ലാ അമേരിക്കയിലെ വീടുകൾക്കും ഉള്ളതാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഹൈ ആയിട്ട് ഇങ്ങനെ എല്ലാം കാണാൻ, വരുന്നവരെ കാണാൻ, മീറ്റ് ചെയ്യാം. ഇങ്ങനെ ലൈറ്റൊക്കെ വെച്ച് നല്ല ഇതാണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് മാസ്റ്റർ ബെഡ്റൂമാണ്. ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം. ഭയങ്കര ലക്ഷറി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല മിററൊക്കെ വെച്ച് സ്റ്റോറേജ് ഏരിയയും ഒക്കെയുണ്ട്. ഇത് അതുപോലെ തന്നെ ബെഡ്റൂമിൽ തന്നെ നമുക്കിരുന്ന് വിശ്രമിക്കാനും വർത്തമാനം പറഞ്ഞിരിക്കാനും ഒക്കെ ഉള്ള ഒരു നല്ലൊരു സൗകര്യം അവർ ഇവിടെയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ല ലൈറ്റിംഗ് ഉണ്ടെന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ഇതിൻ്റെ നേരെ റൈറ്റ് സൈഡിലായിട്ട് മെയിൻ മാസ്റ്റർ ബെഡ്റൂമിൽ തന്നെ റൈറ്റ് സൈഡിലായിട്ട് അതിൻ്റെ ബാത്ത് ചെയ്യാനുള്ള സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. ഇവിടെ ലേഡീസിന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ളൊരു പ്രത്യേക സൗകര്യം. പിന്നെ മെൻസിനും ഒക്കെ ശരിക്കും ഹസ്ബൻഡ് ആൻഡ് വൈഫിന് ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. പിന്നെ മെയിൻ
ബാത്ത് ചെയ്യാനുള്ള സൗകര്യം. അവിടെയും നല്ലൊരു സൗകര്യമുണ്ട്. ഇവിടെയും വാഷ് ബേസിനും ഒക്കെ ആയിട്ടുണ്ട്. നല്ല ബ്രൈറ്റാണ്, നന്നായിട്ട് ലൈറ്റ് സെറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ടോയ്ലറ്റ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നല്ല പെയിൻറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ രണ്ട് സ്ഥലത്തുണ്ടെന്നുള്ളത് ഞാനിങ്ങനെ എങ്ങും കണ്ടിട്ടില്ല. 2 സ്ഥലത്ത് ഒരേ ടോയ്ലറ്റിൽ തന്നെ 2 സ്ഥലത്ത് ലെഫ്റ്റിലും റൈറ്റിലും നമുക്ക് നിന്ന് അവരുദ്ദേശിക്കുന്നത് ഒരു സൈഡിൽ ഭാര്യയും ഭർത്താവും നിന്ന് വാഷ് ചെയ്യുകയും ഒക്കെ ചെയ്തോട്ടെ എന്നൊക്കെ ഓർത്തിട്ടായിരിക്കും. പിന്നെ ഇവിടെ ഇങ്ങനെ ബാത്ത് ചെയ്യാനുള്ള സൗകര്യങ്ങളും ഉണ്ട്. നല്ല ഫെസിലിറ്റീസാണ് തരുന്നവർ. നല്ല ഇതാണ്. പിന്നെ ഇവിടെ നമ്മൾ തെന്നിയൊന്നും വീഴിയില്ല. നല്ലൊരു സ്റ്റിഫ് ഒരു നല്ല ഒരു കട്ടിക്കൊരു സാധനം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ തെന്നി വീഴുമൊന്നുമില്ല. UK ആണെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല. നല്ലൊരു ഇതുണ്ട്, ഒരു തിക്നെസ് ഉണ്ട്. അതുകൊണ്ട് സ്ലിപ്പൊന്നും ആയില്ല. ഇതങ്ങനെ ആണ് മെയിൻ. എല്ലാ ആവശ്യത്തിന് സൗകര്യമുണ്ട് ഇതിനകത്ത്. ഇവിടെ ഒരു ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട്, സ്റ്റോറേജും ഒക്കെ ഇതിനിടയ്ക്കും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അടിപൊളിയാണ് മാസ്റ്റർ ബെഡ്റൂം. ഇത് ഇവിടുത്തെ ഹീറ്റിങ്ങിൻ്റെ ഒരു സിസ്റ്റമാണ്. പിന്നെ നേരെ മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ ഫാമിലി ലിവിങ് ഏരിയ വന്നു. പിന്നെ അടുത്ത ബെഡ്റൂമിലേക്ക് പോവുകയാണ്. പിന്നെ ഇത് അടുത്ത ബെഡ്റൂം. അത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു സ്മോൾ ബെഡ്റൂമാണ്. അതിനും സാധനങ്ങളൊക്കെ ഇടാനുള്ള സൗകര്യവും സ്റ്റോറേജ് ഏരിയയും വാർഡ്രോബൊക്കെ ഉണ്ട് ഇൻബിൽറ്റ് തന്നെ. ഇങ്ങനെയെല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടുന്ന് നേരെ വെളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ മെയിൻ കോമൺ ബാത്റൂമിൻ്റെ ഭാഗങ്ങളാണിത്. അതാണ് ഈ കാണുന്നത്. കാണാം, എല്ലാം നല്ല സൗകര്യമാണ്. ഇവിടെയും ടോയ്ലറ്റും ഉണ്ട്, ബാത്ത് ചെയ്യാനുള്ള സൗകര്യങ്ങളും ഉണ്ട്. ഇതും നല്ല ടൈലാണ് ചെയ്തിരിക്കുന്നത്. ബാക്കി കുറച്ച് ഭാഗത്ത് ഇവിടെ കാർപ്പറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കോമൺ ബാത്റൂമിൽ നിന്ന് നമ്മളിങ്ങനെ ഇറങ്ങുവാണെങ്കിൽ നേരെ കാണുന്നത് വാഷിംഗ് ഏരിയ ആണ്. അമേരിക്കയിലെല്ലാം വാഷിംഗ് ഏരിയ സെപ്പറേറ്റ് അവർ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാം അതിന് സ്റ്റോറേജും സാധനങ്ങൾ വയ്ക്കാനുള്ളതും എല്ലാം സെറ്റാണ്. എല്ലാം ഉണ്ട് നന്നായിട്ട്. അവിടെ നിന്ന് നേരെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അടുത്ത ബെഡ്റൂമാണ്. ഇത് കുഞ്ഞുങ്ങൾക്കെന്നുള്ള രീതിയിലുള്ള ബെഡ്റൂംസാണ്. ഇതൊരു ഗേൾസിനുള്ള രീതിയിൽ അവരതുപോലെ തീം ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് കളറൊക്കെ ചെയ്തിരിക്കുന്നത്. പിങ്ക് ഇൻക്ലൂഡ് ചെയ്ത് നല്ല രീതിയിലുള്ള ഒരു ബെഡ്റൂം. ഇത് നല്ല ഇതൊക്കെയാണ്. നല്ല വിൻഡോസും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനും ഇതുപോലെ തന്നെ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യവും ഡ്രസ്സ് ഇടാനും ഒക്കെയുള്ള നല്ല ഏരിയ ഉണ്ട്. അങ്ങനെ ഒരു അടിപൊളി ഹൗസാണിത്. ശരിക്കും ഒരു സ്റ്റാർ ഹോട്ടൽ എന്ന് പറയാം. അതുപോലെയാണുള്ള ഫെസിലിറ്റീസാണ്. എല്ലാം നല്ല സൗകര്യത്തോടു കൂടി ചെയ്തിട്ടുണ്ടെല്ലാം. ഈ വീടിൻ്റെ ഏകദേശം വില വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 3000 സ്ക്വയർ ഫീറ്റിന് മുകളിലുണ്ട് വീട്. ഈ വീടിന് ഏകദേശം $8.5 ലക്ഷം വരും USA. നല്ല വിലയാണ്, പക്ഷേ ഭയങ്കര സൗകര്യങ്ങളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. USA അടിപൊളി വീടുകൾ കാണാൻ പറ്റുന്നതിൽ വളരെ സന്തോഷം. അപ്പം നിങ്ങൾക്കും അതൊരു ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വ്ളോഗുമായിട്ട്
ഉടനെ കാണാം.